മീനില്ലാതെയും മീൻ കറി രുചിച്ചറിയാം. വെൽക്കം ടു മൈ ചാനൽ. മീനിന് പകരം കറി ചേർക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് പച്ച ഏത്തയ്ക്ക അഥവാ നേന്ത്രക്കയാണ്. ഒരു ഏത്തയ്ക്ക തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയതാണ്. ഒരു പാനോ കടായോ ചൂടായതിനു ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇടുക. അതോടൊപ്പം തന്നെ ഉലുവ 1/4 ടീസ്പൂൺ ഇടുക. ഇനി കടുകെല്ലാം നല്ലതുപോലെ പൊട്ടിത്തീരുന്നവരെ വെയിറ്റ് ചെയ്യുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ വെളുത്തുള്ളി 10 ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം ചെറിയ ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ 4 പച്ചമുളക് 2ആയി മുറിച്ചതിന് ശേഷം ഇതും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും ചേർക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യാം. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് ചെറുതായിട്ട് ഇളക്കി വയ്ക്കുക. ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ വേണം ഇളക്കാൻ. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഹൈ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റാൻ. ഇപ്പോൾ ചെറിയ ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, എരിവ് കുറയുന്നതിനും നല്ല കളർ കിട്ടുന്നതിനും വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മുളക് പൊടി ചേർത്ത ശേഷം 5-10 സെക്കൻഡ് മാത്രം വളരെ പെട്ടെന്ന് തന്നെ ഇളക്കുക, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അതിനുശേഷം ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണമെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളത്തിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉപ്പിടുക. കൂടെ 3 ചെറിയ കഷ്ണം കുടംപുളിയും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. ഇനി തീ കൂട്ടി ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കും വരെ വെയിറ്റ് ചെയ്യുക. പിന്നീട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ കട്ടി വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുക. അതോടൊപ്പം തന്നെ 1-2 തണ്ട് നാടൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ എല്ലാം തന്നെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നീട് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം വിളമ്പുക. ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിതിൽ കുടംപുളി ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇരിക്കും തോറും അതിൻ്റെ ഗ്രേവിയുടെ പുളി കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് പുളി ഉണ്ടെങ്കിൽ അതിൽ കിടക്കുന്ന പുളി എടുത്ത് മാറ്റുക. മീൻ കഴിക്കാത്തവർക്കും മീൻ കറി രുചി അറിയാൻ സാധിക്കുന്ന ഈ വിഭവം നിങ്ങൾ പരീക്ഷിച്ച് നോക്കുമല്ലോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.